Hi guys, welcome back to our family vlog. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് Guess the female products. ഓക്കെ നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നോക്കാൻ പാടില്ല. ഇതെന്താ സാധനം? പേര് കാണിച്ചില്ല. ഇത് സൺസ്ക്രീൻ. ഇതോ? ഇത് സൺസ്ക്രീമാ? സൺസ്ക്രീൻ. ഞാൻ തേക്കുന്ന സാധനം. മുഖത്തേക്ക് സ്പ്രേ അല്ലേ? മുഖത്തേക്കുന്ന സാധനം. ഫേസ് വാഷ്. ഫേസ് വാഷാന്ന് പറയുന്നത്. ഫേസ് വാഷ്. മുഖത്തേക്ക് ഫേസ് വാഷ്. എന്നാ ഓക്കെ. ഇത് മോയ്സ്ചറൈസറാ. അത് ഏതാ കമ്പനി എന്നെങ്കിലും പറ. ഡോക്ടർ ഷെത്ത്. ഒരു പോയിന്റ്. പക്ഷെ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞില്ല, ഞാനാ പറഞ്ഞത്. നീ ആദ്യം പറഞ്ഞത് ഫേസ് വാഷ് എന്നാ. മുഖത്ത് തേക്കുന്ന ഫേസ് വാഷ് അല്ലേ? എടാ, മുഖത്ത് തേക്കുന്ന ഫേസ് വാഷ് മാത്രമാണ് മുഖത്ത് തേക്കുക. ഞാൻ ഫേസ് വാഷാ മുഖത്ത് തേക്കാറ്. നിന്നെ പോലെയാണോ ഞാൻ? ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ്. പോടാ, നോക്കാൻ പാടില്ല. ഇതെന്താ സാധനം? ഇത് ക്രീം. ഞാൻ മുഖത്ത് തേക്കുന്ന ക്രീമാ. ഇത് ഈ തിളക്കം വരാൻ വേണ്ടി തേക്കുന്നതാണ് ഗൈസ് മുഖത്ത്. അതിന്റെ പേരെന്താ പറയാ? തിളക്കം വെക്കുന്ന സാധനമാണെങ്കിൽ അതിനൊരു പേരുണ്ട്. നമ്മൾ പണ്ട് ഉത്സവ പരിപാടിക്കൊക്കെ നമ്മൾ മുഖത്ത് തിരുവാതിരയൊക്കെ കളിക്കുമ്പോൾ നമ്മൾ മുഖത്തൊരു സാധനം എടുത്തിളക്കും. എന്താ പറയാ, മറ്റെന്താ എന്തോ അതിനെ പറയും, നമ്മൾ മുഖത്ത് തിളക്കം വരും. അങ്ങനെ അതിൻ്റെ ഒരു പ്രോഡക്റ്റ്, അതിൻ്റെ ഒരു ക്രീമാണ് ഗൈസ്. ആ ക്രീം എന്നാണ് ചോദിക്കുന്നത്. കമ്പനി പറയണ്ട. കമ്പനി ഫേസസ് കാനഡയാണ്. ഫേസസ് കാനഡയുടെ ഗ്ലോ സ്കിൻ. എന്നാ പറ. ഓപ്ഷൻസ് ഒന്നും തരുന്നില്ല. എന്നാ ഓക്കെ, എന്നാ പറ. മറ്റേ തോറ്റൊന്ന് സമ്മതിച്ചാൽ ഞാൻ പറയാം. എനിക്കറിയത്തില്ല. സ്റ്റോപ്പ് ക്രീം ആണ് ഗൈസ്. സ്റ്റോപ്പ് ക്രീം. അത് എന്തിനാ തേക്കുന്നതെന്ന് എനിക്കറിയില്ല ഗൈസ്. അത് നമ്മൾ ജസ്റ്റ് ഗ്ലോ ഒക്കെ കിട്ടാൻ വേണ്ടി തേക്കും. നമുക്ക് ഒരു ക്രീം തേച്ചാൽ പോലെ. പണ്ടൊക്കെ ഫെയർ ലെവലി ആയിരുന്നു ഗൈസ്. ഇപ്പൊ ഫെയർ ആയിട്ട് കുറേ ലെവലിമാരുണ്ട്. നീ ഒന്നും തേക്കുന്നില്ല വെച്ചിട്ട്. അടുത്തത് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഇതും ഫേസസ് കാനഡയുടെ ആണ്. അതെനിക്കറിയാം. ഫൗണ്ടേഷൻ ഗൈസ്. അത് കളർ കണ്ടാൽ ഓൾറെഡി മനസ്സിലാവും. പൊട്ടന്മാർക്ക് മനസ്സിലാവും ഫൗണ്ടേഷൻ അത്. കാരണം നമ്മൾ അടിത്തറ ഇടുന്ന ഇതിലാണ് ആദ്യം തുടങ്ങുന്നത്. യൂസ് ആക്കിയിട്ട് പോലുമില്ല. കാരണം തെറ്റ ഷെയ്ഡല്ല. യെസ്, ഓൺലൈനിൽ നിന്ന് ഓരോന്ന് മേടിച്ചിട്ട് ഇവിടെ എത്തുമ്പോൾ പല്ലിളി. പിന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗൈസ്, അത് ലിപ്സ്റ്റിക്കാണ് ഗൈസ്. എപ്പോഴും 24 മണിക്കൂർ മറ്റേ ബാഗിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരേ ഒരു സാധനമാണ് ഗൈസ്. ചോറുണ്ടാൽ അത് വേണം, വെള്ളം കുടിച്ചാൽ അത് വേണം ഗൈസ്. ഇവിടെ പുറത്ത് പോകാൻ വെള്ളം കുടിക്കാറില്ല ഗൈസ്. ലിഫ്റ്റിക്ക് പോകുന്നുണ്ട്. ചായയും കാപ്പിയും കുടിക്കാറില്ല. സ്ട്രോ ഇട്ട സാധനം മാത്രമേ കുടിക്കാറുള്ളൂ. ഒരു മനുഷ്യൻ്റെ ജീവിതം നോക്കണം. ഇതിനൊരുമാതിരി മരുന്നിൻ്റെ ചുവയാണ് ഗൈസ്. ചുമയുടെ മരുന്ന് കുടിക്കുന്ന പോലെയാണ് ഇവിടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ നാറ്റം കാരണം. ചുമയുടെ മരുന്ന് ഗവൺമെന്റ് കമ്പനി പറ. ലിപ്സ്റ്റിക് ആണെന്ന് കമ്പനി പറ. പക്ഷെ പേര് മാഞ്ഞു പോയി. ഇത് ചെറുതായിട്ട് മങ്ങിയ രീതി കാണാം, പക്ഷെ പേരങ്ങനെ കാണുന്നില്ല. നെക്സ്റ്റ് അതൊരു സെറമാണ് ഗൈസ്. രാവിലെ രാത്രി മുഖത്ത് തേക്കുന്നതാണ്. ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുമാതിരി എന്താ പറയാ, നമ്മളെ വട്ടയുടെ പശ പോലെ. നിന്നോട് ഇതിന്റെ റിവ്യൂ പറയാനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇത് ഏതാണ് കമ്പനി, ഇത് എന്തിനു യൂസ് ചെയ്യുന്നു എന്നാ ഞാൻ ചോദിച്ചത്. അല്ല നിന്നോട് റിവ്യൂ പറയാൻ വേണ്ടിയിട്ടല്ല. എന്തിന്റെ സിറം. അത് എവിടെ തേക്കുന്നേ? അത് ഈ വട്ടപ്പശ പോലെ ഇരിക്കും ഗൈസ്. അത് മുഖത്ത് തേക്കും. കപ്പേ പിന്നെ ഓക്കെ, അടുത്തത് പറയാം. നീ എല്ലാം ഉത്തരം പറയുവാണെങ്കിൽ ഇതെങ്ങനെ ശരിയാവും? പറയാതിരിക്കാൻ ശരിയാവോ ഗൈസ്? അത് നമ്മൾ പിരികത്തിലിടുന്ന ബ്രഷ് പോലത്തെ ഒരു സാധനം ഗൈസ്, അല്ലേ? ഇതാ ഇതെങ്ങനെ തോന്നിയത്? ഗൈസ്, ഇത് പൊട്ടാണ് ഗൈസ്. നമ്മുടെ മറ്റേ ശിങ്കാർ പോലെ ഇരിക്കും. ഇത് പൊട്ടാതുപോലെ പോട്ടോ. ഇത് മാർസിന്റെ ക്രയോൺ ലിപ്സ്റ്റിക്കാ. ക്രയോൺസ്. ഒരു സെക്കൻഡ്.
ഇത് ക്രയോൺ ലിപ്സ്റ്റിക്. ഇത് ക്രയോൺ പോലെ ഇരിക്കും, കണ്ടോ? കണ്ടോ? കാപ്പി കളറൊക്കെ ചുണ്ടുള്ള ആരാന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോ എനിക്കറിയാം. അധികം പെണ്ണുങ്ങൾക്ക് ഈ കളറാണ് ഷെയ്ഡ്, അധികം ഗേൾസിനൊക്കെ. നമ്മൾ ഈ പിള്ളേരൊക്കെ ആക്രാന്തം പിടിച്ച് ചോക്ലേറ്റ് നമ്മൾ ചുണ്ടിലൊക്കെ കാണുന്നില്ല. ആ ഒരു കളറാണ്. നിന്നോട് ഇതിന്റെ റിവ്യൂ പറ, നീ തേച്ചില്ലല്ലോ. തേക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്പ്രേ. സ്പ്രേ, എന്ത് സ്പ്രേ? മുടിക്കടിക്കുന്ന സ്പ്രേ. സ്ട്രേറ്റ് ചെയ്യുമ്പോൾ മുടിക്കടിക്കുന്ന സ്പ്രേ. എല്ലാം അറിയാലോ, വെറുതെ ചെയ്തത് വീഡിയോ. ഏതാ കമ്പനി? അതറിയില്ല. എൻബൈബേ, ഡോക്ടർ ഷെത്ത്, ഇതോ? സ്റ്റുഡിയോ. സ്റ്റുഡിയോ അല്ല, സ്റ്റുഡിയോയിൽ ഇങ്ങനെ 99 സ്പ്രേ കണ്ടിട്ടുണ്ട്. അറിയില്ല. സ്ട്രിക്സിന്റെ കമ്പനി. നിങ്ങൾക്കത് തലയിടിച്ചലിക്കാണ്. ഹീറ്റ് പ്രൊട്ടക്ട് സ്പ്രേ തന്നെയാ. കറക്റ്റ്. കണ്ടീഷണർ ഇടയ്ക്ക് ഞാൻ ഉപയോഗിക്കാറുണ്ട്, തലക്ക് നല്ലത്. ഇതെന്തിന്റെ കണ്ടീഷണറാ? അത് സ്ട്രെയിറ്റനർ കണ്ടീഷണർ. കടയിൽ പോയിട്ട് നമ്മൾ രണ്ട് ഒന്നിച്ച് മേടിച്ചത്. നീ എന്തിനാണ് കറക്റ്റ് പറയുന്നത്? ലിഫ്റ്റിക്ക്, സ്റ്റുഡിയോന്റെ ലിഫ്റ്റിക്ക്. ഞാൻ ഇങ്ങനെ പറഞ്ഞ ശരിയാവില്ലല്ലോ. എല്ലാരും തെറ്റ് പറയുന്നു, നീ എന്താ എല്ലാം ശരി പറയുന്നേ? തെറ്റ് പറയണം. ഓക്കെ ഗൈസ്, ഇത് ശിങ്കാറാണ് ഗൈസ്. ശിങ്കാർ, തെറ്റിക്കിടുന്ന ശിങ്കാർ. എല്ലാം ശരി പറയും, പിന്നെ എന്തിനാ വീഡിയോ ചെയ്തത്? എല്ലാ ആളുകൾക്കും ഇതിനെ കുറിച്ച് അറിയത്തില്ല. അക്കൗണ്ടിൽ നിന്ന് പൈസ ഒരാണെന്ന് എല്ലാം മനസ്സിലാവും. ഫൗണ്ടേഷൻ. ഇത് ഫൗണ്ടേഷനാ? ഇനി ലിഫ്റ്റിക്കാന്ന് പറയുന്നത്. ആ ചുണ്ടും വെച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യന്മാരുണ്ടോ എനിക്കറിയത്തില്ല. തൊലീൻ്റെ കളറുള്ള ലിഫ്റ്റിക്കോ? ആ ചിലവരിടും. ചുണ്ടും തൊലിയൊക്കെ ഒരേ കളറിലിരിക്കില്ലേ? എന്താ സാധനം? ലിഫ്റ്റിക് ഞാൻ അധികം ഇടാറുണ്ട് ഫൗണ്ടേഷൻ. പക്ഷെ ഇതിന്റെ കമ്പനിയുടെ പേര് കാണുന്നില്ല, കാരണം അത് കുറെ ആയി വാങ്ങിയിട്ട്, അതുകൊണ്ട് ഇത് മാഞ്ഞു പോയി സംഭവം. ഫൗണ്ടേഷൻ ആണ് ലോക്ക് ചെയ്യാം അല്ലേ? ഇതാണ് കൺസീലർ. കണ്ണിലിടുന്ന. നിങ്ങൾക്ക് എന്താ പറയുക തലേന്ന് കാണുന്നേ? ഇത് സെൽഫി ആയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഫ്രണ്ട് ക്യാമറയിലാണ് എടുക്കുന്നത്. സോറി, അതാണ് സെൽഫിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഫ്രണ്ട് ക്യാമറ, സെൽഫിയും ഫ്രണ്ട് ഒന്നും തന്നെയല്ലേ? അല്ല, ഫ്രണ്ടും ബൈക്കും വേറെ വേറെ. സെൽഫി എന്ന് പറയുന്ന ഫ്രണ്ട് അല്ലേ? ക്യാമറ വെച്ച് സെൽഫി എടുക്കാൻ പറ്റില്ല. ഞാൻ എടുത്തിട്ട് ആയിക്കോട്ടെ, എടുക്കുന്നതിനാണ് സെൽഫി എന്ന് പറയുന്നത്. ആയിക്കോട്ടെ, ഫ്രണ്ട് ക്യാമറയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് കൺസീലർ കേട്ടോ. ഫൗണ്ടേഷൻ ഇപ്പോൾ ഒന്നും അറിയത്തില്ല. ഇതെങ്കിലും തെറ്റ് പറഞ്ഞത് മതി. ഓക്കെ, ഇത് എൻവൈബേഡ് ആണ്, കാരണം ഇവന് ഇല്ലാത്ത കാണുന്നില്ല. ഞാൻ വായിച്ചു. ഓക്കെ, എന്നാ ബ്രഷോ? ഇത് മസ്കാരയുടെ തീർന്നായ മസ്കാര. പിരിയം വരക്കുന്ന ബ്രഷ്. എന്താ സാധനം? ഇത് മറ്റേ 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 പെൻസില്. എന്താണ് അതിന്റെ പേര്? മറ്റേ നമ്മള് വരക്കൂലേ, പിരിയെല്ലാം വരക്കൂലേ? പിരിയം വരക്കുന്നത് എന്ത് പെൻസിലാന്ന് പറ. അതെ, അത് പിരിയം. ഇംഗ്ലീഷിൽ പറയൂ. പിരിയം വരക്കുന്ന പെൻസില്, കാരണം അതും വെച്ച് പിരിയം വരക്കുന്ന ഞാൻ കാണാം. ഇംഗ്ലീഷിൽ പറ. പിരിയത്തിന് ഇംഗ്ലീഷ് എന്നാ? ഐബ്രോ. പറഞ്ഞു കൊടുക്കണം പയ്യെ. ഈ ഹൈബ്രോ പോലും പറയാൻ പോരല്ല. ഹൈബ്രോ അല്ല, ഐബ്രോ. ഐബ്രോസ്. ഐബ്രോ. ഐബ്രോ പെൻസിൽ പോലും പറയാൻ കിട്ടുന്നില്ല ഫോട്ടോരൊക്കെ. ബുദ്ധിയില്ലാത്തതായിരിക്കും. ഞാൻ ഇതെന്റെ അടുത്ത് അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യും. തലേന്നിരിക്കുക കാണുള്ളൂ അല്ലേ? സ്റ്റുഡിയോന്ന് മേടിച്ച മറ്റേ മുഖത്തിടുന്ന ക്രീം, പൗഡർ. ഈ കളർ പൗഡർ ഒക്കെ ഉണ്ട്. നീ ആ കളർ സാധനം തേക്കാറില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിനോട് റിവ്യൂ ചെയ്യാം. നമ്മുടെ അടുത്തായി നിങ്ങളുടെ അടുത്തായി ഒരു മറ്റേ ഗീവ് അവേ നമ്മൾ ചെയ്യുന്നില്ല. ഇത് മണി കെട്ടിയ പൂച്ചയാണ് ഗൈസ്. ഞാൻ അടുത്ത ഗീവ് അവേ ചെയ്യാൻ പോകുന്നത്. അയ്യോടാ പോടാ പോടാന്നൊക്കെ വിളിക്കുന്നത്. ഇതെന്താന്ന് പറ. അതാണ് നമ്മുടെ
കവിളിലിടുന്ന പൗഡർ, പൗഡറോ? മസ്കാര. അതോറ്റെ ഇത് ബ്ലഷ് ആണ്. പോപ്പ് ബ്ലഷ്. ബ്രഷോ? ബ്ലഷ് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് പറയാം. നമ്മളിവിടെ തുടുത്തിരിക്കാൻ. അതല്ല കവിളിലിടുന്ന പൗഡർ എന്ന് പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് ബ്ലഷ് എന്നാണ് പറഞ്ഞത്. ബ്ലഷ് എന്ന് പറയണം, പൗഡർ എന്ന് പറയാൻ പാടില്ല. കാരണം പൗഡർ കുറെ ടൈപ്പ് ഉണ്ട്. റോസ് പൗഡർ ഉണ്ട്. വണ്ടിയുടെ ആക്സിലേറ്ററിന് തിരിക്കുന്ന സാധനം എന്ന് പറയുന്ന ആളാണ് ഗൈസ് ഇത്. അപ്പം നമുക്ക് ഞാൻ അത് കറക്റ്റായിട്ട് പറയാറുണ്ടല്ലോ. ഇപ്പം ഇവർ തെറ്റിച്ച് പറയാൻ നമ്മുടെ കുഴപ്പമാണോ? എല്ലാം മേടിച്ചോളാം. ഗൈസ് ഇത് മുഖത്ത് തിളക്കം വരുന്നൊരു സാധനമാണ് ഗൈസ്. ഇത് ഉറ്റിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ എന്താ പറയുക, തിളങ്ങിയിരിക്കും മുഖത്ത് അല്ലേ? ഹൈലൈറ്റർ അറിയില്ല, ഞാൻ ക്യൂടെക്സ് ആണ് ആദ്യം വിചാരിച്ചത്. എന്തായാലും അറിയാതിരിക്കാൻ ചാൻസ് ഉണ്ട്. സോറി. അത് നമ്മുടെ മറ്റേ ഇത് എന്നാ പേരെന്താ, പണ്ട് കൺമഷി ആയിരുന്നു. ഐലൈനർ. കമ്പനി നിവിയ അല്ല നൈക്ക. നൈക്ക എന്ന് പറഞ്ഞു മാറിപ്പോയത്. ലിവ്യൊക്കെ ആരാടാ? എടാ സ്റ്റാൻഡ് തട്ടല്ല, സർക്കസ് അടിക്കാം. ഏതാ കമ്പനി? അത് ഡാസിലർ. ഞാനാണ് കടയിൽ നിന്ന് മേടിച്ചത്. ഈ പൊട്ടൻ തന്നെ എല്ലാം വാങ്ങാറ്. ഞാൻ ഓർഡർ ചെയ്യും പൊട്ടനാണ്. അപ്പം അതുകൊണ്ട് അറിയാം, അവള് പറയേണ്ട ആവശ്യമില്ല. ഇനി നമ്മളെ കാണിക്കാൻ പോകുന്നത് അത് മറ്റേ സൺസ്ക്രീൻ. ഏത് കമ്പനി? കമ്പനി എനിക്കറിയത്തില്ല. ഇത് കമ്പനി തന്നെയാണോ? ഡെർമറ്റോളജിസ്റ്റ് സജക്ഷൻ ചെയ്ത അത് എന്ത് കമ്പനിയാന്ന് പറ. അതാ എനിക്കറിയില്ല. ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ കമ്പനിയൊക്കെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുമോ? എനിക്കറിയില്ല. അങ്ങനെ ഓർത്ത് വെക്കുന്ന ആരെങ്കിലും ഉണ്ടോ ആണുങ്ങളില്? പിന്നെ നല്ല ഭാര്യമാരെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ടാകും. ഭർത്താവിനെ സ്നേഹിക്കുന്നത് പ്രസ്റ്റീജ് അല്ലേ വേണ്ടെന്ന് പറയാം. ഓക്കെ, ഫോട്ടോക്രോസ്. അതെ, ഫോട്ടോക്രോസ് എന്താണ് ഇതിനകത്ത് കാണിക്കുന്നത്? അതൊക്കെ തന്നെ അറിയത്തില്ല അത് ഏതാ കമ്പനിയാണ്. ഫോട്ടോക്രോസ് ഇത് കണ്ടു. ഫോട്ടോക്രോസ് ഏതാ കാണിക്കാൻ ബാക്കിയുള്ളത്? നീ എല്ലാം ശരിക്കും കാണുന്നുണ്ട്. ഞാൻ കണ്ണാടി കാണിക്കുമ്പോ സോറി ഫോണിൽ കാണിക്കുമ്പോ കണ്ണാടി പറ. ഇതിന്റെ പേര് എനിക്കറിയത്തില്ല ഗൈസ്. ഞാൻ തേക്കാറുണ്ട്. ഇപ്പൊ തേക്കാറില്ല, കൊറേ ഇപ്പൊ തേച്ചിട്ട്. കാരണം പിമ്പിൾസ് ഒക്കെ വരുവാ. 10 ക്രീമിന് പോലെ ഈ ഒന്ന് തേച്ചാൽ എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് എന്നോട് പറഞ്ഞിട്ടാണ് ഇത് വാങ്ങിയത്. ഇപ്പൊ തേക്കുന്ന കാണാറില്ല. അതങ്ങനെ റിവ്യൂ കണ്ടത്. കാരണം നല്ല സാധനം എനിക്ക് ഇഷ്ടം. പക്ഷെ ഇത്രയും ക്രീം തേക്കുന്നതിന് ഈ ഒറ്റ ക്രീം തേച്ചാൽ എന്നോട് പറഞ്ഞു. അങ്ങനെ എന്നോട് മേടിച്ചത് മതി. കാരണം അത് ബ്രൈറ്റനിങ് ക്രീമാ. ബ്രൈറ്റനിങ് ക്രീം എനിക്ക് ഈ കമ്പനി അങ്ങനെ അറിയാൻ വഴിയില്ല. കാരണം ഞാൻ അധികം ഉപയോഗിക്കുന്നത് എൻവൈബേ, ഡോക്ടർ ഷെൽത്ത്, ഡംഡോക് അങ്ങനത്തെ ഒക്കെ ഞാൻ ആദ്യം ഉപയോഗിക്കുള്ളൂ. എനിക്കത് വലിയ കമ്പനി. ഓക്കെ, അപ്പം സോറി ഫേസസ് കാനഡ അതെല്ലാം കൂടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല ഈ ഒരു കമ്പനി. ഉപയോഗിക്കാത്ത കമ്പനിയാന്നല്ല പറഞ്ഞത്. റെനയുടെ എവരിഡേ ഫേസ് ബ്രൈറ്റ് ക്രീം. ഇതൊരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ആ ട്രെൻഡിങ് ആയ സമയത്താണ് ഞാൻ വാങ്ങിയത്. ഞാൻ ട്രെൻഡില്ല സമയത്തല്ല. കാരണം ഇത് കണ്ടോ, ഇത് ലിപ്സ്റ്റിക്. ഇത് നമ്മുടെ കാണിച്ചു തരാം. ഉള്ള കാര്യം തന്നെ കണ്ടോ, ഇതൊരു ഗ്ലോ പോലെ കിട്ടുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കുന്നത് ലിപ്സ്റ്റിക്കാണ്. ഇവിടെ കണ്ടോ, ഈ ഒരു സ്ഥലത്ത് കണ്ടോ ഒരു ഗ്ലോ പോലെ. അതാണ് ബ്രൈറ്റനിങ് ക്രീം. അധികം പേര് ഉപയോഗിക്കുന്നതാ. നല്ല മണം കേട്ടോ. ഓക്കെ,
ഈ കെമിക്കലിനൊക്കെ മണം അടിക്കുമ്പോൾ ഒരുമാതിരി നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയത്. ഓക്കെ, അത് പഞ്ഞി. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് പഞ്ഞി? നീ പറഞ്ഞ പഞ്ഞി എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് ഈ നമ്മൾ ഇട്ട സാധനം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഓക്കെ, അത് പഞ്ഞി അല്ലാതെ വേറൊരു പേര് ശരിക്കും പറയാം. പിന്നെ ആ പേര് എന്താന്ന് പറയാം? പഞ്ഞി, സ്പോഞ്ച് എന്ന് പറയും. ഓക്കെ, സ്പോഞ്ച് എന്നും പറയുന്നവരുണ്ട്. ഓക്കെ, പഞ്ഞി എന്നൊക്കെ പറയുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഗേൾസിന് അങ്ങനെ പഞ്ഞി എന്നൊന്നും അങ്ങനെ പറയാറില്ല കേട്ടോ. ബ്ലെൻഡർ, സ്റ്റുഡിയോ നിറച്ചോണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ ഉപയോഗിച്ചതാ. മേടിച്ചപ്പോ വെള്ളമായിരുന്നു. ഇതോ ലിപ്സ്റ്റിക്, എന്നത് ലിബാം, നല്ല മണം. സ്ട്രോബെറിയുടെ നല്ല, ഇവന് ഇഷ്ടമാവും. ഇവന് തേക്കുന്ന ഇതേ തേക്കുള്ളൂ തന്നെ ഇതിനകത്ത്. ഞാൻ തേച്ചിട്ട് മാറ്റിയാലും ഡിസംബർ മാസം ചുണ്ട് വരളോ മാത്രമേ തേക്കാറുള്ളൂ. അവിഞ്ഞ സാധനം തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റത്തില്ല. ഒരുമാതിരി എണ്ണ കുടിച്ച സുഖമാണ്. സാധാ മസ്കാര, ചെറിയ വെച്ചയുടെ മസ്കാര. ഇതേ എൻ്റെ അതിനകത്ത് ഒരു കുറച്ച്. എനിക്കത് ഇഷ്ടമാണ്, കാരണം നേരെ ആവുന്നുണ്ട്. ഇതിപ്പോ ആരാ പേര് പറഞ്ഞേ? ഞാനല്ല പറഞ്ഞ മസ്കാര. ഞാനാണ് പറഞ്ഞ ഡൗട്ട്. ഓക്കെ, ഇനി മറന്നുപോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് അടിക്കുന്ന സ്പ്രേ എവിടെ? മുഖത്ത്. ഏതാ കമ്പനി എന്ന് പറ? അതെനിക്കറിയില്ല. സ്റ്റുഡിയോ മേടിച്ചാന്ന് തോന്നുന്നു. സ്റ്റുഡിയോയില് മാത്രമേ ഉള്ളൂ? പിന്നെ പറ. ഒന്നെങ്കിൽ ഡോക്ടർ ഷിപ്പ് അല്ലെങ്കിൽ എൻബൈബേ. ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു പറ. എൻബൈബേ പക്ക ഉറപ്പിച്ച? അല്ല, ഇപ്പം ഡോക്ടർ ഷിപ്പിന്റെ ഇരിക്കും. ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറ. ടൈം പോകുന്നുണ്ട്. ഡോക്ടർ ഷിപ്പിന്റെ. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തരണം. തരാം. ശരിക്കും ശരിക്കും തരാം. പിന്നെ കറങ്ങാൻ കൊണ്ടുപോകണം. ഓക്കെ, കറങ്ങിക്കൊണ്ടിരിക്കണം. എന്ത് സ്പ്രേ? അത് ഈ ലാസ്റ്റ് അടിക്കുന്ന സിറ്റിംഗ് സ്പ്രേ. സിറ്റിംഗ് സ്പ്രേ. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് തീർന്നു തോന്നുന്നു. ഇതൊക്കെ അവനറിയാം. പിന്നെ നമ്മൾ ഇവൻ അധികം തേക്കുന്നുണ്ട്. ഇതിനെ കുറിച്ച് പറയാൻ ഇവന്റെ എന്റെ അല്ല. എനിക്ക് മുടിയില്ലേ? ഇത് എന്തായാലും മനസ്സിലാതിരിക്കാൻ പറ്റൂല. ഞാൻ ജസ്റ്റ് കാണിക്കുന്നുള്ളേ. ഹിമാലയയുടെ കാജല് വെണ്ടക്ക മുഴുപ്പിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവനത് അറിയാം. ഇവൻ തന്നെ വാങ്ങിയത്. കടയിൽ പോയി കഴിഞ്ഞ് സാധനം ഓൺലൈനിൽ മേടിച്ചതിനെ കുറിച്ച് നമുക്കറിയത്തില്ല. ഇത് കാണിച്ചോ? സ്റ്റുഡിയോ ലിപ്സ്റ്റിക്. ഇത് എന്ത് ലിപ്സ്റ്റിക്കാ? അത് ചോദിക്കാൻ പറ്റും. ഇത് എന്താ ലിപ്സ്റ്റിക്കാ? ഇത് ഒരുമാതിരി നമ്മൾ ഇത് തുപ്പല് പോലെ ഇരിക്കും. അങ്ങനെ എന്തോ അല്ല ഇനി പറയാം. ഗ്ലോസ്. ഗ്ലോസ്. ലിപ് ഗ്ലോസ്. ലിപ് ഗ്ലോസ് ആണ് ഗായ്സ്. ഞാൻ ഉപയോഗിക്കാറൊന്നുമില്ല. വാങ്ങി വെറുതെ വെച്ചു. എനിക്കത് ഇടുമ്പോൾ ഭയങ്കര വൃത്തിയേട് പോലെ തോന്നും. ചിലർക്കൊക്കെ നല്ലതായിരിക്കും. പക്ഷെ എനിക്കത് ഭയങ്കര വൃത്തിയേടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇടും എപ്പോഴെങ്കിലും. ഓക്കെ, ഇത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഗായ്സ്, ഇനി ഇത്രയേ ഉള്ളൂ വീഡിയോ. നമുക്കിനി അടുത്ത വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ബൈ. ബൈ.